വിനു എന്നെ മത്സരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത സാഹചര്യത്തിലും കരുത്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവും. ഉള്ളത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു. അതിൻ്റെ സമയമായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് നീതിപീഠത്തിൽ ഇപ്പോൾ വിശ്വാസമുണ്ട്. കലക്ടർ നടപടിക്രമത്തിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഒരു പൗരൻ്റെ വോട്ടവകാശം ഉറപ്പാക്കേണ്ടത് പാർട്ടികളോ സംഘടനകളോ അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. BLOമാർ ഇപ്പോൾ ആണെങ്കിൽ ERM എന്ന ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ താഴെത്തട്ടിൽ പൊടിച്ച ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണിത്. ആ വീഴ്ച തിരുത്തേണ്ടത് പാർട്ടിയോ സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് ശ്രീ VM കോടതി സമീപിച്ചിരിക്കുന്നതും കലക്ടർ കണ്ടിരിക്കുന്നതും. ഇതിലേതെങ്കിലും നടപടി വരുന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷ. ഈ കോടതി നടപടികൾ എപ്പോൾ ആരംഭിക്കും? അങ്ങനെ എന്തെങ്കിലും അല്ല, ഇന്നോ നാളെയോ? ഇനി അത് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇനി അതല്ലെങ്കിലും ഏത് സാഹചര്യവും നേടാൻ സജ്ജമാണ് കോൺഗ്രസ് UDFും. അതിലൊന്നും ടെൻഷൻ ആർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് VM വിഷയത്തിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, വോട്ടർ പട്ടികയുടെ കരട് പട്ടിക എന്ന് പറയുന്നുണ്ട്. ഈ പട്ടിക തൊട്ട് വാർഡ് വീതം തൊട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും CPM തമ്മിൽ കോൺസ്പിറൻസി ഉണ്ട് എന്ന്. ആ കോൺസ്പിറൻസി ഉണ്ടെന്ന് തെളിയിക്കുന്ന സംഭവം ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഒരു പൗരൻ വോട്ട് നഷ്ടപ്പെട്ടു ശ്രീ VM അദ്ദേഹം അത് കിട്ടാൻ വേണ്ടി കലക്ടർക്ക് പരാതി കൊടുത്തു. ആ കലക്ടറെ CPM ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടത്. അറിയിക്കണം അദ്ദേഹത്തിന് കൊടുക്കരുതെന്ന്. ഇതിനകത്ത് പരസ്യമേ പറയുകയും ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇന്നലെ അവർ പറയുന്നു 2020 വോട്ടർ പട്ടിക പേരിലാണ്. ഏതാണ് ആ പട്ടിക? എവിടെയാണ് പട്ടിക ഉണ്ടായിരുന്നത്? ഇന്നലെ വൈകുന്നേരം വരെ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല ആ പട്ടിക. ഇന്നലെ വൈകുന്നേരം വരെ സൈറ്റിലെ പട്ടികയില്ല. ഇന്നലെ വൈകുന്നേരം ആ പട്ടിക വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ആ പട്ടിക തന്നെ മാനിപ്പുലേറ്റഡും ഫാബ്രിക്കേറ്റഡും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ കോൺസ്പിറൻസി ഉണ്ട് CPMും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. 76 പേരെ പരിശോധിച്ചപ്പോൾ 2 പേർക്ക് വോട്ടില്ല, ഏതാണ്ട് 3%. ഒരു 10% ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നത്. അത് നാളെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ത്വരിത പരിശോധന അവസാനിക്കും. അപ്പോൾ ഞങ്ങൾ പറയാം. ഈ ബിന്ദു കമ്മനക്കണ്ടിക്ക് പകരം സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുക. ഞാൻ പറഞ്ഞില്ലേ, അത് അവർ 2 പേരുടെ കേസും ഒരുപോലെ കിടക്കല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വരാത്ത അല്ലെങ്കിൽ അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന സാഹചര്യം വന്നാൽ അതിനെ നേരിടുവാൻ സജ്ജവും ഞങ്ങൾ അതിന് തയ്യാറെടുപ്പുമാണ്. സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതിയിലൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ പകരം സ്ഥാനാർത്ഥി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എല്ലാം അതിനൊക്കെ സജ്ജമാണ് പാർട്ടി. പിന്നെ കോടതിയിൽ തിരിച്ചടി ഞാൻ പറയുന്നില്ല. കോടതി ഡോക്യുമെൻ്ററി പറയുള്ളൂ. ആ ഡോക്യുമെൻ്റ് കോടതിന് മുമ്പിൽ എങ്ങനെ എത്തുമെന്നും പറയാനാവില്ല. കാരണം ഇങ്ങനെ കൃത്രിമം കാണിക്കുന്നൊരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ കസ്റ്റോഡിയനായ ഇലക്ഷൻ്റെ രേഖകൾ, ആ രേഖയിൽ എന്തെങ്കിലും കൃത്യം എടുക്കുന്ന ആർക്കറിയാം. പക്ഷെ എന്നാലും ഒരു പൗരൻ്റെ വോട്ടവകാശം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ കോടതി അനുകൂല നിലപാടെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിലെ മേയർ സ്ഥാനാർത്ഥി? ലെറ്റ് ഇറ്റ് ബി സർപ്രൈസ്. എന്തായാലും വിനു എന്നെ മത്സരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത സാഹചര്യത്തിലും കരുത്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവും. അതാണ് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസ് ഇനി VM മറ്റൊരാളെ കണ്ടെത്തേണ്ടി വന്നാലും അതിനൊക്കെ തന്നെ പാർട്ടി സജ്ജമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഏത് സാഹചര്യം വന്നാലും അത് നേരിടാനും കോൺഗ്രസ് പാർട്ടിയും UDFും സജ്ജമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണു മീരങ്ങാടിക്കൊപ്പം സലാം അഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.